ഹലോ കൂട്ടുകാരെ, ഗണനിയമങ്ങളിലെ രണ്ടാമത്തെ നിയമമായ അസോസിയേറ്റീവ് ലായെ പറ്റിയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോയിൽ കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ യൂണിവേഴ്സലായിട്ടുള്ള വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ അസോസിയേറ്റീവ് ലാ. നമുക്ക് ആ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റും. ഈ അസോസിയേറ്റീവ് ലാ അല്ലെങ്കിൽ അനുബന്ധ നിയമം യൂണിയൻ ഓപ്പറേഷനും ഇൻ്റർസെക്ഷൻ ഓപ്പറേഷനും ഒരുപോലെ ബാധകമാണ്. അത് നമുക്ക് ഈ വെൻ ഡയഗ്രാം ചുവടെ കൊടുത്തിരിക്കുന്ന വെൻ ഡയഗ്രാം എക്സാമ്പിളിൽ നിന്ന് വളരെ ലളിതമായി അല്ലെങ്കിൽ എളുപ്പമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് കണ്ണോടിക്കാം. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അതായത് നമ്മൾ അവിടെ 3 സെറ്റുകൾ തന്നിട്ടുണ്ടല്ലോ, 3ഓ 3-ലധികമോ എത്ര സെറ്റ്, അതിന് ഉപരിയായി എത്ര സെറ്റുകൾ വന്നാലും ഈ അസോസിയേറ്റീവ് ലാ ബാധകമാണ്. എളുപ്പത്തിന് വേണ്ടിയും ഒരു ഉദാഹരണത്തിന് വേണ്ടിയും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ലാ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? എ യൂണിയൻ ബി യൂണിയൻ സി, 3 സെറ്റുകളുടെ യൂണിയൻ. അതിനെ നമുക്ക് 2 രീതിയിൽ എഴുതാൻ പറ്റും. അത് 2 രീതിയിൽ എഴുതിയാലും 2 രീതിയിൽ നമ്മൾ മാത്തമാറ്റിക്കലി അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയാണെങ്കിലും ആ 2 ഉത്തരവും സെയിം ആയിരിക്കും. അതായത് എ യൂണിയൻ ബി, നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക. എ യൂണിയൻ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിലെയോ ബിയിലെയോ സെറ്റിൻ്റെ അംഗത്തിനെ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന ഒരു സെറ്റാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി ഇത് ഉദ്ദേശിക്കുന്നത് എയിലെയോ ബിയിലെയോ അംഗങ്ങളെ, അതായത് എ യൂണിയൻ ബി ആദ്യം ചെയ്യുക, എന്നിട്ട് യൂണിയൻ സി, എയിലെയോ ബിയിലെയോ അംഗങ്ങൾ അതിലെയോ അല്ലെങ്കിൽ സിയിലെയോ അംഗം ഈക്വൽ ടു എ യൂണിയൻ എയിലെ അംഗം അല്ലെങ്കിൽ ബി യൂണിയൻ സിയിലെ അംഗം. ഈ ഡെഫിനിഷൻ നമ്മൾ ആ ഒരു പ്രാസം ഒപ്പിച്ച് തന്നെ ഒന്ന് ആലോചിച്ച് കണ്ടെത്തിയാൽ നമുക്ക് അത് ആ ഒരു ഐഡിയയിൽ തന്നെ വളരെ എളുപ്പമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി വെൻ ഡയഗ്രത്തിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് LHS എന്താണെന്ന് ഒന്ന് കണ്ണോടിക്കാം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക എല്ലാവരും. എ യൂണിയൻ ബി, അതാണ് ഈ നീല കൊണ്ട് ആദ്യത്തെ പിക്ചറിൽ ഇടതുവശത്ത് മുകളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് സി എന്ന് പറയുന്ന സെറ്റിൽ, വെൻ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന സി എന്ന് പറയുന്ന സെറ്റുമായി യൂണിയൻ ചെയ്യുമ്പോൾ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നു. ഇനി ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് മാത്രം മാറ്റി വയ്ക്കുക, എന്നിട്ട് ബി യൂണിയൻ സെറ്റ് സി എന്നുള്ള സാധനം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, ആ യൂണിയൻ വെൻ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പിന്നെ കിട്ടാൻ പോകുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി തന്നെയായിരിക്കും. അതേ ഉത്തരമാണ് നമുക്ക് ഒന്നാമത്തെ ആ ഒരു ഇക്വേഷൻ LHSൽ നിന്ന് ഇടതുവശത്തെ ഫോർമുല സോൾവ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേ ഐഡിയ, ഇതേ ഒരു സോഴ്സ് ഓഫ് തിങ്കിങ് നമുക്ക് ഇൻ്റർസെക്ഷനിലേക്ക് ഒന്ന് മാറ്റി കണ്ണോടിച്ച് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അത് 2 രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ സിയുമായി ചേർത്ത് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്കിത് 3 വരുന്ന ഒരു കുഞ്ഞ് ഏരിയയാണ് കിട്ടുന്നത്. എയിലും ബിയിലുമുള്ള 2ലുമുള്ള അംഗങ്ങളെ സിയിൽ കൂടെയുള്ള അംഗവുമായിട്ട് നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെൻ ഡയഗ്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. LHS എഴുതിയിരിക്കുന്ന ആദ്യത്തെ റോയിലാണ്, അതിൽ നീല മാർക്ക് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇനി എനെ മാറ്റി വയ്ക്കുന്നു. ആദ്യം നമ്മൾ ബി ഇൻ്റർസെക്ഷൻ സി ചെയ്യുമ്പോൾ, ബിയിലും സിയിലും വരുന്ന സെറ്റിലുള്ള അംഗങ്ങളെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ആ 2 ടേംസിനെയും പിന്നെ നമ്മൾ ഫർദർ സോൾവ് ചെയ്യുകയാണെങ്കിലും ഇതേ ഏരിയ തന്നെ നമുക്ക് വെൻ ഡയഗ്രത്തിലും അല്പം ചിന്തിച്ച് ഒന്ന് ആലോചിച്ച് സ്വന്തമായി വെൻ ഡയഗ്രം പ്രിപ്പയർ ചെയ്ത് നമുക്ക് പെൻസിലോ പേനയോ ഉപയോഗിച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്ത് തന്നെ നമുക്കതിനെ നോക്കാൻ പറ്റും. അങ്ങനെ നോക്കിയാൽ വളരെ ലളിതമായി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ യൂണിവേഴ്സൽ സെറ്റ് നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. താങ്ക് യു.